ഹലോ ഗൈസ്, നമ്മുടെ നോക്കിയാൽ പുതിയൊരു വീഡിയോ എല്ലാവരും സ്വന്തം ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടി വന്നിട്ട് എടുത്തിട്ട് ഏകദേശം 6 വർഷം കഴിഞ്ഞു. ഡേറ്റ് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. കണ്ട 2018 ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്നാണ് നമ്മൾ വണ്ടി എടുത്തത്. അപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് ആയപ്പം 6 വർഷം കംപ്ലീറ്റ് ആയി. 7ാമത്തെ വർഷം ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടോ. അപ്പം നമ്മുടെ വണ്ടിയിൽ നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ സെറ്റാക്കി. ഇപ്രാവശ്യം വീണ്ടും നമ്മളൊരു ചെറിയൊരു അപ്ഡേഷൻ കൊടുക്കാം. നമ്മൾ വണ്ടി കണ്ട കുറേയൊക്കെ ഒരുമാതിരി കച്ചട പോലെ നമുക്ക് കാണാൻ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടെങ്കിലും കിറ്റ് മാത്രം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം. ബാക്കിയൊക്കെ കണ്ട ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ ഒരുമാതിരി സ്ക്രാച്ചും സ്ക്രാച്ചുകളൊക്കെ ഇവിടെ ഉണ്ട്. അതിവിടെ ഒരു പീസ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അണ്ടർ ബെല്ലിയിലുള്ള പെയിൻറ്റുകൾ പോയിട്ടുണ്ട്. ഇതാണക്ക് ഓരോ പീസിലും അവിടെ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ടാങ്കിൻ്റെ ഇവിടെ കണ്ട ഫുള്ള് കച്ചറയാണ്. ഇതൊക്കെ കറ ഇവിടുത്തെ ഒരു വേപ്പ് മരം ഉണ്ടായിരുന്നു, അത് നമ്മൾ മുറിച്ചളഞ്ഞ് ഈ കാറ് കൊണ്ടിടാൻ വേണ്ടിയിട്ട് മുറിച്ചതാണ്. അപ്പോൾ അതിലുള്ള കറകളൊക്കെ വീണിട്ടുണ്ട്. തോലിളകി പോയിട്ടുള്ളതുപോലെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. ഇതിവിടെ സ്ക്രാച്ച് ഉണ്ട്. ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് പക്കയായിട്ട് മാറ്റിയെടുക്കാൻ പോകുന്നത്. ടാങ്കിൻ്റെ ഇവിടെ ഉണ്ട്. ഇത് ഫുള്ള് പക്കയായിട്ട് മാറ്റി നമ്മൾ സെറ്റാക്കി വണ്ടി എടുക്കാൻ പോവാണ്. വേണ്ടി ചെറിയൊരു അപ്ഡേഷൻ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി കൊടുക്കാൻ പോകും. എൻ്റെ ഈ ഒരു R15 മാത്രമല്ല, ഈ കാണുന്ന ഈ ഒരു R15 നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നു. ഈ വണ്ടിയിൽ വന്നിട്ട് ഈ 2 വണ്ടിയും നമ്മൾ ഒരുമിച്ചെടുത്തതാണ് കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മുടെ ക്ലാസ്മേറ്റായ വിപിൻ രാജ് എന്ന് പറയുന്ന ഫ്രണ്ട്, അവൻ ആണ് മുംബൈയിൽ നമ്മൾ പോകുമ്പം സ്റ്റേ ഒക്കെ അവൻ്റെ അവിടെയാണ് സ്റ്റേ എടുക്കുന്നത്. അപ്പം അവൻ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി ഞാനാണ് യൂസ് ചെയ്യണത്. ഈ വണ്ടി നമ്മൾ ഫുള്ള് പെയിൻ്റ് അടിച്ചൊന്ന് സെറ്റാക്കാൻ പോകുന്നു. ചെറിയൊരു തട്ടൊക്കെ പറ്റി കണ്ട കിറ്റൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കളറിലൊക്കെയാണ് ഇരിക്കുന്നത്. എൻ്റെ ആ റെഡിൽ തന്നെ അതേ കളർ സ്കീം തന്നെ ഇതിൽ ബ്ലൂ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ആ ഒരു രീതിക്കാണ് ഈ വണ്ടി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതും നമ്മൾ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പോകുന്നു. അത് എവിടെയാണ് നമ്മൾ വണ്ടി കൊണ്ടു കൊടുക്കാനുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് ഈ വണ്ടി നമ്മൾ പണിയാൻ വേണ്ടി കൊടുക്കണമെന്ന്. 2 വണ്ടിയും ഒരിടത്ത് കൊണ്ടുപോയി പണിത് സെറ്റാക്കി എടുക്കാൻ പോകുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വരുന്ന വീഡിയോകളൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ വണ്ടി കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി രാവിലെ നമ്മൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് ഈ 2 വണ്ടിയും ഒറ്റ സ്റ്റെപ്പിൽ കൊണ്ടു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചേച്ചിയുടെ മകനതോ വാവളന്തായിരുന്നു രാവിലെ ഇരിക്കുന്നു. ഇപ്പോൾ സമയം വന്നിട്ട് രാവിലെ 7 മണിയായി. കൊണ്ടൊരു 9 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പം നേരെ അവിടെ കൊണ്ടു കൊടുത്തിട്ട് തിരിച്ച് ബസ്സിലാണ് വരേണ്ടത് 2 പേർക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് 2 പേർക്കും വേണ്ടി വീണ്ടും 2 വണ്ടി വരണം. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ബസ്സിൽ നിന്നോളാം. അങ്ങനെ നമ്മളിന്ന് നമ്മുടെ 2 വണ്ടികളും, എൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും വണ്ടി നമ്മൾ കൊച്ചിലെ മുതൽ ക്ലാസ്മേറ്റൊക്കെ ആയിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ 2 കൂടെ പ്ലാൻ ചെയ്ത് പെട്ടെന്നിരുന്നെടുത്തതാണ് ഈ R15 2. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വന്നിട്ട് നമ്മൾ 2 വണ്ടിയും നമ്മൾ പണി ചെയ്ത് ഒരുപോലെ പണി ചെയ്ത് ഒന്ന് സെറ്റാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ എന്തായാലും ഇപ്പം പറയേണ്ട. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ മനസ്സിലാവും എന്തായാലും. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഫുള്ള് മാവേലിയാണ്, അങ്ങനെയാണ് മാങ്ങത്തുലിയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണം. അപ്പം അങ്ങനെയൊന്നുമില്ല, നമ്മൾ കുറച്ച് ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. ഇനി എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ ഒന്നും പറയാമല്ലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാട്ടെ. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇപ്പോൾ നമ്മുടെ ചാനൽ ഇതൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് വിലകൾ നമ്മളൊരു ഓഡിഷൻ അയച്ചായിരുന്നു. സാർ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തോണ്ട് നമ്മൾ നൈസിൽ പോകാൻ പോകണം. നീ ആ വണ്ടി എടുത്തോ. ഓക്കെ, സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഞാൻ ഈ വണ്ടി എടുത്തോണ്ട് പോകാൻ പോകണം. ആസനം നനയും തോന്നുന്നു. സീറ്റൊക്കെ പൊത്തിരിക്കുന്നു. ഫുള്ള് പണിത് നമ്മൾ സെറ്റാക്കി എടുക്കണം. ഈ വണ്ടിയും ചെറിയൊരു തട്ടൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റായി. നമ്മുടെ ഗോപ്രോ ഡെഡായി. അയ്യോ, അതിൻ്റെ 2 ബാറ്ററിയും ഗോപ്രോ 2 ബാറ്ററിയും വർക്കാവണില്ല. എന്തെന്നറിയാൻ വയ്യ. സംഭവം കുറേ ദിവസം കൊണ്ട് ഉപയോഗമില്ലായിരുന്നു. ഏകദേശം 6-8 മാസം വരെ ഗോപ്രോ ഉപയോഗമില്ല. അപ്പം അതിൻ്റെ ബാറ്ററി ഡെഡായെന്ന് തോന്നുന്നു. ചാർജിന് ഇട്ടിട്ടൊന്നും ഓൺ ആവണില്ല. അല്ലെങ്കിൽ ഒരു മോട്ടോ ബ്ലോഗ് സെറ്റ് ചെയ്യാൻ ഓർത്ത് കുറേ ദിവസത്തിന് ശേഷം. പക്ഷേ ഹെൽമെറ്റൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോഴേ ചീറ്റിപ്പോയി. ഗോപ്രോ ഡെഡായെന്ന് തോന്നുന്നു. അതിൻ്റെ ബാറ്ററി തന്നെ ഏകദേശം 2000-2500 വിലയുണ്ട്. 3 ബാറ്ററിയും ചത്തെന്ന് തോന്നുന്നു. ഇനി വീട്ടിൽ വന്നിട്ട് ചാർജ് ചെയ്ത് നോക്കാം. ഇതുവരെ ഉപയോഗമൊന്നും ഇല്ലായിരുന്നു. പോണ വഴിക്ക് നമുക്ക് പെട്രോൾ കടിച്ച് ഒന്ന് സെറ്റായിട്ട് എടുത്തോണ്ട് നേരെ ഇടാം. അപ്പം ശരി എന്നാ, 2 വണ്ടിയും പണിയാൻ കൊടുക്കാൻ പോകുന്നു. ഓക്കെ ബൈ, പോവാം. ഇന്ന് ഗോപ്രോ ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പാട് കിട്ടില്ലേ. അമ്മ പൈസ നമ്മൾ വണ്ടി 2 നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദാണ്ട് ഇവിടെ ഇരിക്കുന്നു, ഒരെണ്ണം തോണ്ടിരിക്കുന്നു. പോകുന്ന വഴിക്ക് ഒരു കാപ്പി കൂടി പാസ്സാക്കാന്ന് വിചാരിച്ചു അല്ലേ. പൈസ നമ്മുടെ 2 വണ്ടികൾ നമ്മളിത് എവിടെ കൊണ്ടുവന്നു. ഈ ഷോപ്പ് ഇതെവിടെയാണ് നമ്മൾ സാധനം റെഡിയാക്കാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയത്. നെക്സ്റ്റ് ഗിയർ അല്ല, നെക്സ്റ്റ് കസ്റ്റംസ് അല്ലേ, സാധനം വർക്ക് ചെയ്യാൻ കൊണ്ടുവരണം. അപ്പം കൊല്ലത്തിനടുത്താണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 70-80 കിലോമീറ്റർ ഉണ്ട്. അപ്പം അങ്ങനെ രാവിലെ കട തുറക്കും മുമ്പേ നമ്മളിവിടെ എത്തി. ഒരു വണ്ടി ഇവിടെ വെച്ചിട്ട് അടുത്ത വണ്ടി കൊണ്ട് കാപ്പി കുടിക്കാൻ പോയിട്ടാണ് നമ്മളിങ്ങനെ വന്നത്. വന്ന വഴിക്ക് എൻ്റെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഒക്കെ ഇളകി തെറിച്ച്. സലാണിൻ്റെ വണ്ടി താണ്ട് ഇവിടെ കിടക്കുകയാണ്.
നമുക്കിനി പെയിന്റ് അടിക്കാം, അങ്ങ് പോവല്ലേ? ഉടനെ കിട്ടുമായിരിക്കുമല്ലേ? നമ്മുടെ കൂട്ടുകാരെങ്കിലും ഷോപ്പൊക്കെ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ പോകും, ഉദ്ഘാടന സമയത്ത് കടയിൽ പോകും. കടയിൽ പോയിട്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ പോയി വാങ്ങൂലേ, അതുപോലെ നമ്മൾ ഷോപ്പിൽ ആദ്യമായിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വണ്ടി കാണുന്നത്. അത് തന്നെ അതിന് അതിനുശേഷമാണ് നമ്മളെ ടൈപ്പാണ്. അത് തന്നെ നമ്മൾ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാണ് വരണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചന്ന്. അതെ, അപ്പൊ അതിന് ഇപ്പൊ രണ്ടാമത് ഷോപ്പ് തുടങ്ങി. അപ്പം നമ്മുടെ വണ്ടി എന്തായാലും നമുക്ക് സെറ്റാക്കി തരൂലേ? ഓക്കെ. അപ്പൊ നമ്മളെ വണ്ടി എന്തായാലും ഒന്ന് സെറ്റാക്കാൻ പോകും. ഏകദേശം 6 വർഷം കഴിഞ്ഞ് 7ാം വർഷമാണ് ഇത് രണ്ടും. സ്റ്റോക്ക് അല്ല, സ്റ്റോക്ക് പെയിന്റ് അല്ല, പെയിന്റ് ഒക്കെ 2-3 പ്രാവശ്യമൊക്കെ അടിച്ചതാണ്. അപ്പൊ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. അതെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പെയിന്റ് ബൂത്തി പോവാല്ലേ. കൈസാണ് നമ്മുടെ വണ്ടി താണ്ട് ഇവിടെ കൊണ്ടുവന്ന് സല്ലണ്ണൻ്റെ പെയിൻറ്റിങ് ബൂത്തിൽ കൊണ്ടുവന്ന കേട്ടോ. കുറേ വണ്ടികളുടെ സ്പെയറൊക്കെ ഇതുണ്ട്, അവിടെ പെയിൻ്റ് അടിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടികൾ ഇതായിട്ട് ഇവിടെ ഇരിക്കുന്നു, ഒരെണ്ണം താണ്ട് ഇവിടെ ഇരിക്കുന്നു. പിന്നെ സല്ലണ്ണൻ്റെ കാർ ഇതാ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്വന്തം ബൂത്തിൽ കൊണ്ടിട്ട് ക്ലിയർ കൂടെ അടിക്കാനുണ്ട്, പെയിന്റ് അടിക്കാനുള്ള വർക്കിലാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ പെയിന്റ് അടിച്ച് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് വണ്ടി എത്ര ദിവസം കഴിഞ്ഞ് കിട്ടും? ഏതാണ് നിന്റെ വണ്ടിയോ? 2 വർഷമോ? എന്റെ അപ്പം മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങ് പോണതിന് കിട്ടുമോ? പിന്നെ സെറ്റ് ഓക്കെ. അപ്പം നമുക്ക് ഉടനെ എന്തായാലും വണ്ടി സെറ്റ് ആകും കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളാണ് ഇതാണ്ട് അവിടെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ട്രാക്ക് ടയർ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ട്രാക്ക് ടയറിന് വേണ്ടെന്നുണ്ടെങ്കിൽ ഗ്രിപ്പ് കാണിച്ചു തരാം. ഇതിന്റെ കണ്ട പുത്തം പോലത്തെ ഗ്രിപ്പുകളാണ്. ഇത് മാത്രമല്ല, എല്ലാത്തിനും അതുപോലെ തന്നെ. ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ കുറെ ഉണ്ട്, നല്ല ഗ്രിപ്പുകൾ അകത്തോട്ടൊക്കെ ആയിരിക്കുന്നതല്ല. കണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഫ്രണ്ട് ടയർ ഇതിന്റെയൊക്കെ മുള്ളൊക്കെ വരുന്നുണ്ട് ചിലതിലൊക്കെ. കണ്ട പുത്തം പോലത്തെ ടയറുകളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ടയറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സല്ലണ്ണൻ്റെ ഞാൻ ഇൻസ്റ്റാ ഐ ഡി താഴെ എന്തെങ്കിലും കൊടുത്തിരിക്കുക, നെക്സ്റ്റ് കസ്റ്റംസ് അവിടെ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം ഈ ടയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. സല്ലണ്ണൻ ട്രാക്ക് ടയറിൻ്റെ പരിപാടിയും തുടങ്ങി. പിന്നെ പെയിന്റ് ഫുള്ള് പരിപാടി ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഉണ്ട് പറഞ്ഞോ? ഇവിടെ ഇപ്പൊ നമ്മൾ കറന്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പെയിന്റിങ്, അതുപോലെ ട്രാക്ക് ടയറും കാര്യങ്ങളൊക്കെയാണ്. ബാക്കി വർക്കൊക്കെ നമ്മുടെ പാരിപ്പള്ളി നെക്സ്റ്റ് ഗിയറിലാണ്. ഈ RGB വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇപ്പോൾ അവിടെ. പിന്നെ ഇവിടെ കാറിന്റെ ഡെന്റിങ്, കാറിന്റെ പെയിന്റിങ്, ബൈക്കിന്റെ എല്ലാ പരിപാടികളും ഇവിടെ തന്നെയാണ്. ഓക്കെ, ടയർ വാങ്ങാനുള്ള ആളിന്റെ ഫ്രണ്ടാണ്, ടയർ എടുക്കാൻ വന്നതാ. അതാ ടയർ മാറാൻ വേണ്ടി ഒരാൾ ഇവിടെ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇത് അന്ന് നമ്മുടെ ട്രിപ്പ് വന്ന സമയത്ത്. അപ്പം ഓക്കെ, കാറിലും പെയിന്റ് അടിക്കുമല്ലോ. നമ്മുടെ വണ്ടി ഏതൊരു കോലത്തിൽ ഇപ്പം ഇരിക്കുന്ന കോലം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏതൊരു കോലത്തിൽ അത് കഴിഞ്ഞിട്ട് ഇറക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും നോക്കാം. കണ്ട ഇപ്പം ഇരിക്കുന്ന കണ്ടീഷൻ കണ്ട ഈ വണ്ടി. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് മഡ് ഗാർഡ് വന്നിട്ട് ഞാൻ ഇത് മാറിയതാണ്. അപ്പോഴേ കിട്ടിയ പെയിൻറ്റിൽ അതേ കണക്കിരിപ്പുണ്ട്, ഗ്രേ കണ്ട, അതൊക്കെ മാറ്റണം. പിന്നെ നമ്മുടെ വിംഗ്ലെറ്റിന് കളർ അടിക്കാം. വിംഗ്ലെറ്റ് വാങ്ങിയതുപോലെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഗ്രേ മാറ്റ് ഫിനിഷിലൊക്കെ ഇരിക്കുന്നു ചൊറിയായിട്ട്. പിന്നെ കണ്ട സ്ക്രാച്ചുകളൊക്കെ ഇഷ്ടംപോലെ അവിടെ ആയിട്ട് ഇഷ്ടംപോലെ സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട്. കണ്ട മിററിൻ്റെ ഇവിടെ ഇതൊക്കെ എല്ലാം മാറി നമുക്ക് പക്കയായിട്ട് സല്ലണ്ണ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ട ഈ സൈലൻസറിൻ്റെ ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, എല്ലായിടത്തും അവിടെ ഇഷ്ടംപോലെ സ്ക്രാച്ച് ഉണ്ട്. ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അതൊക്കെ മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റുന്നില്ല, ഒട്ടിച്ച് തരാൻ പറഞ്ഞേക്കാണ്. അങ്ങനെ അല്ലല്ലോ പറയാൻ പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടിയിലും കണ്ട ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, പീസ് മാറി വെച്ചത്. പിന്നെ ഇതിൽ തന്നെ അതുപോലെ തന്നെ ഒരുപാട് വർക്കുകൾ കാര്യങ്ങളുണ്ട്, എല്ലാം ചൊട്ടയായിട്ടാണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് സെറ്റാക്കി പെവറാക്കി എടുക്കണം. ഓക്കെ, അപ്പം സല്ലണ്ണൻ്റെ കയ്യിലാണ് നമ്മുടെ 2 വണ്ടികൾ അല്ലേ? പിന്നല്ലാതെ നമുക്ക് സെറ്റാക്കാളി. അപ്പോൾ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് സെറ്റാക്കി തരുമെന്ന് വിചാരിക്കുന്നു. സെറ്റാക്കി കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ചാത്തന്നൂർ ജംഗ്ഷൻ ഇത് അവിടെയാണ്. അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ ചാത്തന്നൂർ ജംഗ്ഷൻ, ആ ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു 100 മീറ്റർ ഇച്ചിരി ഇങ്ങോട്ട് വരുമ്പം റൈറ്റ് സൈഡ് അങ്കിൾസ് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. കണ്ടോ, ആ കഫേയുടെ നേരെ ഓപ്പോസിറ്റാണ്. പുതിയതായിട്ടൊരു കോൺക്രീറ്റ് ഒക്കെ സ്ലോപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു 50 മീറ്റർ അകത്തോട്ട് പോകുമ്പം ലെഫ്റ്റ് സൈഡ് തന്നെ ഷോപ്പുണ്ട്. അപ്പം ഷോപ്പിൽ വരണവരിക്കോ ടയറൊക്കെ എടുക്കാൻ പറഞ്ഞവർക്കോ വർക്കിന് പറഞ്ഞവർക്കൊക്കെ ഇവിടെ വരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഇവിടെ ഹൈവേ പണി കിടക്കണോണ്ട് നമുക്ക് ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു റെസ്റ്റോറൻ്റ് ആണ് അങ്കിൾസ് കഫേ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. കണ്ടോ, അതാണ് ലാൻഡ് മാർക്ക്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോൺക്രീറ്റിൻ്റെ വഴി. ഓക്കെ ഗൈസ്, നമ്മൾ ഇലയിൽ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സനലിൻ്റെ ഫ്രണ്ടും പിന്നെ പയ്യനുണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചിട്ട് പോകാൻ ഓർത്തല്ലേ? പിന്നെ തീർച്ചയായും ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് സല്ലണ്ണൻ്റെ ഷോപ്പിൽ വന്നു, നെക്സ്റ്റ് ഗിയറിൽ വന്ന്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയില്ലെന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ വണ്ടി കൊടുക്കണം, എന്ത്
എന്റെ വണ്ടി ഓടിക്കാനും കൊടുക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് വണ്ടി തരാന്ന് പറഞ്ഞു. പക്ഷെ വണ്ടി ഇങ്ങനെ സൈക്കിള് അപ്പൊ അങ്ങനെ സൈക്കിൾ കൊണ്ട് ചാരി വെച്ചിരിക്കുമ്പോൾ രണ്ടുകൂടെ ചാരി വെച്ചിരിക്കുകയാണ്. സംഭവം സ്റ്റാൻഡ് ഇല്ല അല്ലേ? സ്റ്റാൻഡ് ഒരു കൂട്ടുകാരൻ കൊണ്ട്, അതെ സ്റ്റാൻഡ് ഇല്ല, അതുകൊണ്ട് ചാരി വെച്ചിരിക്കണ്ട, സൈക്കിൾ ചാരി വെച്ചിരിക്കുമ്പോൾ വെച്ചിരിക്കണ്. അപ്പൊ ഇനി ഇതിലെന്തായാലും അങ്ങോട്ട് പോകാന്ന് ഓർത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പേടോക്കി വെക്കാം. ഓക്കെ, അപ്പം എല്ലാത്തിനും പെരുത്ത സഹായത്തിന് നന്ദി. ഇവിടുന്ന് ചൂടത്ത് ബസ്സിൽ പോണ ഭയങ്കര ചടങ്ങാണ് കേട്ടോ. അപ്പൊ ചടങ്ങെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ വണ്ടി അങ്ങ് എടുത്തു അപ്പോഴത്തേക്ക് എന്താ പിന്നെ താന്ന് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ റോഡ് പണി നടക്കുന്നത്. ശോകമായി പോകും. അതുകൊണ്ട് എന്തായാലും എന്നാ പിന്നെ പറഞ്ഞത് നന്നായി വിചാരിച്ചിട്ട് നൈസിൽ വണ്ടിയും കൊണ്ടുപോകാന്ന് ഓർത്ത്. കൊള്ളാം, എക്സോസ്റ്റ് ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതില് കയറ്റി മൗത്തില്ലേ? DB ഇല്ല. സ്റ്റാർട്ട് ചെയ്തോ? വണ്ടി സൗണ്ട് കേൾപ്പിച്ചു തരാം. സ്റ്റാർട്ട് ആവൂലേ? മതി, ഞാനിപ്പോ എങ്ങനെ പോകും? ഭയങ്കര സൗണ്ട് കേട്ടാ. DB ഉണ്ടാ? അതെടുത്തിട്ട് വരാൻ പറ്റും? ഇവിടെ അടുത്ത് തന്നെ എന്നാ പോലീസും പഠിച്ച് കഴക്കൂട്ട സ്റ്റേഷനിലിരിക്കും ഞാൻ. കൊള്ളാം, ഇത് ഓഫ് റോഡിന് വേണ്ടിയുള്ള വണ്ടി മാത്രമാണ്. അപ്പൊ ആ കണക്കിനാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പം ചാരി വെച്ചിരിക്കുന്നതാ. ഓക്കെ, അപ്പം വണ്ടി എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോയാണ്. ശരിയെന്നാ ഗായ്സ്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടേ വണ്ടി തരുള്ളൂ എന്ന്. അതുകൊണ്ട് വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടി സാധാരണ കൊണ്ടുപോയാ. കൊള്ളാം. ഓക്കെ, അപ്പൊ നമ്മളങ്ങോട്ട് പോവാണ്. കുതിരപ്പുറത്ത് കയറും പോലെ കയറാം. അമ്മച്ചി അഡ്ജസ്റ്റ് ചെയ്ത് എത്തും. അപ്പൊ ശരി, ഓക്കെ ബൈ, കാണാം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലെത്തി. വണ്ടിയെ ഇവിടെ ചാരി വെച്ച കേട്ടാ. ഇനി ഗിയറിലിടാം, ഇല്ലേ ഉരുണ്ട് എവിടെയും പോവും. ഓക്കെ, ഭയങ്കര ഹൈറ്റ്, ഓട്ടിക്കാൻ നല്ല സുഖമുണ്ട്. ഓക്കെ, ഇനി എന്തായാലും വീട്ടിൽ പോയി വെള്ളം കുടിക്കട്ടെ. ഗൈസ്, അങ്ങനെ വീട്ടിൽ നിന്ന് ഇച്ചിരി വെള്ളവും കുടിച്ചിട്ട് ഇതാ ഇറങ്ങി. സംഭവം വന്നിട്ട് നമ്മുടെ വണ്ടി നമ്മൾ പെയിൻ്റ് അടിക്കാൻ കൊണ്ട് കൊടുത്ത് ഒരുപാട് സന്തോഷം. കുറേ ദിവസം ശേഷം ഇനി എന്തായാലും ഒന്ന് പുതിയതുപോലെ ആക്കി കിട്ടും. അപ്പം ഇനി ഒരു 2 ആഴ്ചത്തേക്ക് സാധാരണ എൻ്റെ വണ്ടി എൻ്റെ കേട്ടാ. ഞാൻ അവിടെ നിന്ന് കൂടെ വന്ന പയ്യന് ക്ലാസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ബസ് കയറിയപ്പം അവിടെ നിന്ന് ബസ് ഇറക്കിപ്പിച്ച് നമുക്ക് ഫുഡ് വാങ്ങി തന്നാണ് സാറിന് നമ്മളെ പറഞ്ഞു വിട്ട. പക്ക ട്രീറ്റാണ് കേട്ടോ. ആശ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നത് പക്കയായിട്ടാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര ചടങ്ങ്. ബസ്സിലിരുന്ന് ഇങ്ങറ്റം വരെ പറഞ്ഞത് ഫുള്ള് റോഡ് ഹൈവേ ഫുള്ള് പണി കിടക്കണം. അപ്പോൾ എല്ലായിടത്തും ഭയങ്കര ചടങ്ങായിരിക്കും ബസ്സിൽ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ചുമ്മാ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് നീ 390 എടുത്തുണ്ടോ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു റെസ്പോൺസിബിലിറ്റി വന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, ഡെയിലി യൂസ് വണ്ടി ഏതെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ വീട്ടിലെ ഡെയിലി യൂസ് വണ്ടിയൊന്നുമില്ല. ഒരു 2 RC 390, ഡ്യൂക്ക് 390, പിന്നെ പോളോ കാറ്, പിന്നെ ഈ വണ്ടിയുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ആശാന് ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഓഫ് റോഡ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ വണ്ടി എൻ്റെ കയ്യിൽ തന്നുവിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇത് മതി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അങ്ങനെ വണ്ടി എടുത്തുകൊണ്ടുവന്നാണ്. എന്തായാലും അടിപൊളി. ഈ വണ്ടി തന്നില്ലല്ലോ, ഏത് വണ്ടിയാലും തരാൻ കാണിച്ച മനസ്സാണ്, അതാണ് അടിപൊളി. പേഡോക്ക് ഇതുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ആ പേഡോക്കിൽ കയറ്റി ഈ സാധനത്തിന് വയ്ക്കാം. ചെറിയ റോഡിലേക്ക് കയറുമ്പോൾ ഇച്ചിരി സൗണ്ട് ഉള്ളതുപോലെ, അല്ല ഹൈവേ കൂടെ കയറുമ്പം ഉള്ളു. പിന്നെ ഒരുപാട് പേര് നമ്മളെ പള്ള് വിളിക്കുന്ന പരിപാടിയാണ് ഈ വണ്ടി ഇവിടെ കണ്ട ഇതിവിടെ കിടന്ന് പൊടി അടിച്ചുകൊണ്ടിരിക്കുന്ന മഴയും വെയിലും കൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഷീറ്റ് എന്തെങ്കിലും ജസ്റ്റ് ടാർപ്പോയെങ്കിലും എടുത്തിടാൻ വേണ്ടിയിട്ട് ടാർപ്പോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ വീട്ടിനകത്ത് നീല ഷെയ്ഡും പിന്നെ എനിക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ടാർപ്പൊന്നും എടുത്തിടാത്ത. എന്തായാലും നമുക്ക് ഷീറ്റ് ഒരെണ്ണം സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ കാലം കൊണ്ട് പറയുന്നത്, എന്നെ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമ്മളോട് പറയണത് ബ്രോ വണ്ടിക്ക് ഇത്തിരി സീറ്റെങ്കിലും വാങ്ങിച്ചിട്, ഒരു ടാർപ്പോളിനെങ്കിലും വാങ്ങിച്ചിടാൻ. ടാർപ്പോൾ ഇടാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് വണ്ടി ഇങ്ങനെ ഇട്ട് നനയിക്കണം. ഇനി എന്തായാലും ഒരു നല്ലൊരു ഷീറ്റ് പണിത് എന്തായാലും ഇവിടെ സെറ്റ് ചെയ്ത് തരണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാക്കാം. പിന്നെ അടുത്ത് വരുന്ന വീഡിയോകളിൽ എന്തെങ്കിലും മിസ് ചെയ്യാതെ കാണാട്ടെ. ഞാൻ എന്തെങ്കിലും കണ്ടിന്യൂസ് വീഡിയോ ഇടും. കുറേ പേര് നമ്മളെ കാരണം കഴിഞ്ഞ വീഡിയോയിലേക്ക് മതിയില്ലെന്ന് അടിമേടിക്കും. കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ ഇടുമായിരിക്കും. അപ്പം വേറെ ഒന്നും പറയില്ല. ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. സലാണ താങ്ക്സ്. വണ്ടിയും കൂടെ ഒന്ന് പക്കയ്ക്ക് ശരിയായി തരണം. ഓക്കെ, അപ്പം വേറെ ഒന്നും പറയല്ലോ. ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മൾ വരുന്ന വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. പള്ളിവിളി ഒഴിക്കുക. അപ്പോൾ വേറെ ഒന്നും പറയില്ല. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കിടന്നിരിക്കും. ബൈ.